വി.എസ്. രഞ്ജിത്തുമുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ സമസ്ത ഈ വിഷയത്തിൽ വിമർശനവുമായി രംഗത്തിരിക്കുന്നു. സമസ്ത ഏത് വിഭാഗമാണ് ഈ വിമർശനം ഉയർത്തിയിരിക്കുന്നത്? എന്താണ് വിമർശനത്തിൽ പറയുന്നത്? സ്മൃതി, വഖഫ് ബോർഡിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ലീഗിനകത്തൊരു രാഷ്ട്രീയ സമസ്യയായിട്ട് മാറുന്നത് അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്ന കാര്യത്തിലാണ്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത്. അങ്ങനെ പുനഃസംഘടിപ്പിക്കുമ്പോൾ അവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ ഹർജികളും ആ ഹർജികളെ വസ്തുതകളും പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഹർജികളിൽ പ്രധാനപ്പെട്ട ഒരു ഹർജി ഷോൺ ജോർജിന്റെ ഹർജിയാണ്. അത് അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഷിയ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടും പിന്നോക്ക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിയമിക്കുന്ന കാര്യത്തിലുമൊക്കെയുള്ള ഹർജികൾ അവിടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ 2 അമുസ്ലിം അംഗങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും അവിടെ നിയമനം നടത്താൻ പറ്റും. അപ്പോൾ അതിനുപോലും തയ്യാറാണ് എന്ന അർത്ഥത്തിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അത് ലീഗിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റമാണ് എന്നുള്ളതാണ് സമസ്ത പറയുന്നത്. ഇന്നലെ സത്താർ പന്തലൂരിന്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നു, ഹർജിക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഹർജിക്കാർക്ക് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ BJPയുടെ താല്പര്യമാണ് സ്വാഭാവികമായിട്ടും ഷോൺ ജോർജിൻ്റെത്. ആ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു സർക്കാർ എന്നൊരു ആക്ഷേപമാണ് സത്താർ പന്തലൂരിന്റെ ഭാഗത്തുണ്ടാവുന്നത്. സമസ്തയ്ക്കും സമാനമായ അഭിപ്രായമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമർ ഫൈസി മുക്കത്തെയും അയോഗ്യനാക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ട്. കാരണം ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള 4 അംഗങ്ങൾ അയോഗ്യരാണ് എന്നൊരു ഹർജി കൂടി സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അങ്ങനെ ഈ ഹർജി കൂടി പരിഗണിച്ചാണ് വഖഫ് ബോർഡിന്റെ പുനഃസംഘടന എങ്കിൽ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കേണ്ടി വരും. നിലവിലുള്ള അംഗങ്ങളെ മുഴുവൻ അയോഗ്യരാക്കേണ്ടി വരും. അവരെ മുഴുവൻ മാറ്റി UDF സർക്കാർ നോമിനികൾ മാത്രമായി വരികയും ചെയ്യും. പക്ഷേ അതിൽ വിവാദമായിരിക്കുന്നത് 2 അമുസ്ലിം അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള അഫിഡവിറ്റ് സർക്കാർ ഹൈക്കോടതിയെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ പണക്കാട്ട് ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. മന്ത്രിമാരുടെ യോഗമാണ്. വഖഫിന്റെ ചുമതലയുള്ള N. ഷംസുദ്ദീൻ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളൊക്കെ അത് വഖഫ് ബോർഡാണെങ്കിലും PM ശ്രീ ആണെങ്കിലും അതിലൊക്കെ പാർട്ടിയുമായി രോഗാവനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചായ സർക്കാരത്തിൽ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും വഖഫ് ബോർഡ് വിഷയത്തിലും ഒരു നിലപാട് ഇന്നത്തോടുകൂടി ഉണ്ടാവും. നാളെയാണ് പക്ഷേ സംസ്ഥാന നേതൃയോഗം ലീഗ് വിളിച്ചിരിക്കുന്നത്. ആ നേതൃയോഗത്തിലായിരിക്കും വിശദമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിനുശേഷമായിരിക്കും ലീഗിൻ്റെതായ ഒരു അഭിപ്രായം ഇതിൽ പറയുക. പക്ഷേ നൗഷാദിലെയൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടാണ്. ശരി, റോഷിപാൽ, ഇപ്പോൾ നൗഷാദ് അലിയുടെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. നൗഷാദ് അലി എടുക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ ഈ നിലവിലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന് എതിർപ്പുകളുണ്ട്. മുനമ്പം വിഷയത്തിലടക്കം എടുത്ത നിലപാടുകൾ ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ബോർഡിനെ പുനഃസംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്രം എടുത്തിരിക്കുന്ന തീരുമാനം, അതിൽ സുപ്രീം കോടതി ഇരിക്കുന്ന നിലപാട്, അതിൽ നിന്നും വിരുദ്ധമായി ഈ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താതെ ഒരു ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സാധ്യവുമല്ല. ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാർ അത് വിശദീകരിക്കുന്നത്? റോഷിപാൽ. സ്മൃതി, നിലവിലെ കേന്ദ്ര നിയമം അനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചത് എന്ന വാദമാണ് നൗഷാദ് അലി ഉയർത്തുന്നത്. അത് നൗഷാദ് അലിയുടെ നിലപാട് മാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശന്റെയും സർക്കാരിന്റെ നിലപാട് കൂടിയാണ് നൗഷാദ് അലി പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ MLA കൂടിയാണ് KP നൗഷാദ് അലി. മാത്രമല്ല, അതിൽ കോൺഗ്രസ് നേരത്തെ തന്നെ ദേശീയ തലത്തിൽ അത് പാർലമെന്റിലടക്കം ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ പോരാട്ടം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കടുത്ത നിലപാട് ഈ കാര്യത്തിലുണ്ട്. പക്ഷെ അത് നിയമമായി കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് അവിടെ നൗഷാദ് അലി ഉയർത്തുന്നത്. മാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ അറിയാതെ VD സതീശനെ വർഗീയവാദിയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ആളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആരോപണങ്ങൾ അതൊന്നും അടിസ്ഥാനമില്ലാത്തതാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുന്നുണ്ട് നൗഷാദ് അലി. എന്നാലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാടിലേക്ക് എത്തും. നിലവിലെ സാഹചര്യത്തിൽ കോടതിയിൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. കാരണം നിലവിലെ കേന്ദ്ര നിയമത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി പരിഗണിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം വരുമ്പോൾ അതിന് മറ്റൊരു മറുപടിയില്ല. ആ നിയമം അനുസരിക്കേണ്ടി വരും എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഏത് തരത്തിലാണ് പുനഃസംഘടന എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക സർക്കാരാണ്. അതിൽ ഇനിയും കൂടിയാലോചനകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം അത് ഷോണിൻ്റെ ഒരു ഹർജി എന്ന നിലയിൽ മാത്രമല്ല, അതിൽ മറ്റ് മുസ്ലിം സമുദായ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഹർജി നൽകിയിട്ടുണ്ട്. അവരുടെ കൂടെ വാദമാണ് ഹർജി പരിഗണിച്ചുകൊണ്ടാണ് എന്നൊരു വാദം കൂടി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. റോഷിപാൽ, ഇപ്പോൾ ഷിയ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികൾ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഷോണിന്റെ ഹർജിയിലല്ല ഈ നടപടി എന്നുള്ള വാദം കൂടി ഉയർത്തുന്നുണ്ട് സർക്കാർ.
സ്മൃതി, അങ്ങനെയാണ്. അങ്ങനെ ഒരു വാദം കൂടി സർക്കാർ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഷിയ മുസ്ലിം പ്രതിനിധികളെ ഉൾപ്പെടുത്തിയില്ല ഈ വഖഫ് പുനഃസംഘടനയിൽ എന്ന ഒരു വാദമായിരുന്നു. ആ വാദം കൂടി അവിടെ കേൾക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഷോൺ മറ്റൊരു ഹർജി അവിടെ കൊടുക്കുകയും ചെയ്തത്. എല്ലാവരും ഒരേ വാദം ഉയർത്തുമ്പോൾ അവർ അവരുടേതായ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് അവിടെ കൃത്യമായി ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ BJP-കാരനായ ഷോണിന്റെ ഒരു ഹർജിയിൽ വന്ന നിലപാടല്ല, അത് കേന്ദ്ര നിയമം നിലനിൽക്കുന്നതുകൊണ്ട് അതിനപ്പുറത്ത് മറ്റൊരു നിലപാട് അവിടെ പറയാൻ കഴിയില്ല എന്ന വാദമുയർത്തിയത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സർക്കാർ വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും എടുക്കുക. പക്ഷേ ഈ ഒറ്റ കാരണത്താൽ മുഖ്യമന്ത്രിയെ ഒരു സംഘപരിവാറിന്റെ ആളായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അവിടെ നൗഷാദ് അലി. പക്ഷേ അതേസമയം ശ്രദ്ധേയമാവുന്നത് കോൺഗ്രസിന്റെ മറ്റ് MLA-മാരോ നേതാക്കളൊന്നും ഈ വിമർശനം CPM ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. അതൊരു പക്ഷേ കോൺഗ്രസിലെ ഭിന്നത കൊണ്ടായിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു പ്രതിരോധം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ MLA-മാർക്ക് അപ്പുറത്തേക്ക് ഇതിൽ സർക്കാരിന്റെ ഒറ്റ നിലപാട് തന്നെയാണ്. ആ നിലപാട് നൗഷാദ് അലിയിലൂടെ പുറത്തു എന്ന് മാത്രം. ശരി.